നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും എണീറ്റ് വരുന്ന സമയമായിരിക്കും. ടി വി ഒക്കെ ഒന്ന് ഓപ്പണായി വരുന്നതേ ഉണ്ടാവുള്ളൂ എല്ലാ വീട്ടിലും. ഏതായാലും എല്ലാവരുടെയും ദിവസം ഇന്നത്തെ സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ, നന്മകൾ നിറഞ്ഞതായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം കൂടിയായിരിക്കും ഇന്ന്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. സ്വർണ്ണപ്പാളികളിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് തന്ത്രിയുടെയും പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി. അമ്മ കുഞ്ഞിനെ കൊന്നത് കാമുകനൊപ്പം ജീവിക്കാൻ. അമ്മ ശരണ്യയും കാമുകൻ നിധിനും പ്രതികൾ. വിധി പറയുക തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. കോൺഗ്രസിന്റെ വിജയ സംഗമം ഇന്ന്. രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കമാകും. കേരള കുംഭമേളയ്ക്ക് ഇന്ന് തിരുനാവായിൽ കൊടി ഉയരും. ധർമ്മധ്വജാരോഹണം നടത്തുക ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മഹാമാഘ മഹോത്സവം ഫെബ്രുവരി 3 വരെ. ബിജെപി ദേശീയ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് സമർപ്പിക്കും. വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ പാർട്ടിയുടെ പ്രസിഡന്റാകും. പ്രഖ്യാപനം നാളെ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം നാളെ മുതൽ. ബജറ്റ് 29-ന് ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടവും തീപാറുന്ന വിഷയങ്ങളാകും. രാഹുലിന്റെ ജാമ്യ ഹർജി ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യയിൽ. നഹ്യാന്റെ 3ാമത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം. ഊർജം, വ്യാപാരം, നിക്ഷേപ മേഖലകളിൽ തന്ത്രപരമായ കരാറുകൾ ഉണ്ടാകും. വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് ഇന്ന് SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതായിരിക്കും ഇടക്കാല റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റും തുടർ നടപടികളും SIT കോടതിയിൽ വിശദീകരിക്കും. സമീപ ദിവസങ്ങളിൽ വിവാദമായ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും SIT കോടതിയെ ധരിപ്പിക്കും. വളരെ നിർണായകമായൊരു നീക്കമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ ശബരിമലയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണത്തിന്റെ VSSCയിൽ നടത്തിയ പരിശോധന ഫലമടക്കമായിരിക്കും ഇന്ന് സമർപ്പിക്കുക. അത് വളരെ നിർണായകമായിരിക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം സമർപ്പിക്കുമ്പോൾ എന്തായിരിക്കും ഇനി കേസിന്റെ മുന്നോട്ട് പോക്കെന്നുള്ളതൊക്കെ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഈ അന്വേഷണം തുടങ്ങിയ ശേഷം പല റിപ്പോർട്ടുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റേത്. പക്ഷേ ഇന്നത്തേത് വളരെ നിർണായകം തന്നെയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ എല്ലാം തന്നെ അടങ്ങിയ റിപ്പോർട്ടാണ് ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടാണ്, മുദ്രവെച്ച റിപ്പോർട്ടാണ്, VCT റിപ്പോർട്ടാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണ സംഘം ഇത് വിശദമായി പഠിച്ച് അവരുടെ നിഗമനങ്ങളുണ്ട്, അവരുടെ കണ്ടെത്തലുകളുണ്ട്. ഇതെല്ലാം ആണ് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വിജിലൻസ് മേധാവി തന്നെ ഇവിടേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും തന്നെ ഇതിൽ ഈ ദ്വാരപാലക സ്വർണം സംബന്ധിയായ കാര്യങ്ങളിൽ സ്വർണത്തിൻ്റെ അളവ് കുറവുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനവും പ്രാഥമികവുമായ കണ്ടെത്തൽ എന്ന് പറയുന്നത്. കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികളുമായി തുലനം ചെയ്യുമ്പോൾ പോറ്റി കൊണ്ടുപോയി തിരിച്ചെത്തിയ സ്വർണ്ണപ്പാളികളുമായിട്ടെല്ലാം തന്നെ ശാസ്ത്രീയമായ പഠനത്തിന് ശേഷമാണത് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് നൽകുന്നത്. അതിൽ കാര്യമായി തന്നെ സ്വർണത്തിൻ്റെ ഒരു അളവ്, അതിൻ്റെ ഒരു അംശം, സ്വർണത്തിൻ്റെ അംശം
പിന്നീട് കൊണ്ടുവന്നതിലെല്ലാം തന്നെ വളരെയധികം കുറവുണ്ട് എന്ന കണ്ടെത്തലാണ് ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത്. അതായത് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ശാസ്ത്രീയമായ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അതായത് അവിടെ നേരത്തെ എല്ലാം തന്നെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ പലകുറി പറഞ്ഞുകൊണ്ട് പലരും പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് ഇനി നിലനിൽപ്പില്ല, അത്തരം വാദങ്ങൾക്കും നിലനിൽപ്പില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലമെന്ന് പറയുന്നത്. വളരെയധികം രീതിയിലുള്ള സ്വർണം അവിടെ നിന്ന് കവർ ചെയ്തിരിക്കുന്നു. വളരെ ആസൂത്രിതമായിട്ട് ഇത് ഈ കവർച്ച മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നതാണ്. അത് ഈ സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, തിരിച്ചെത്തിയ പാളികളിലെല്ലാം തന്നെ സ്വർണം കുറവുണ്ട് എന്നതെല്ലാം തന്നെ ആ പരിശോധനാ ഫലങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ ഇനിയുള്ളത് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനങ്ങളാണ്. ആരാണിതിൽ കൂടുതൽ ഒരു സൂത്രധാരനായിരിക്കുന്നത്, ഇതിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇനിയും കൂടുതൽ ആളുകളുണ്ടോ, ആരുടെ എല്ലാം കാലത്ത് അവർക്കെതിരെയെല്ലാം തന്നെ എത്രമാത്രം തെളിവുകളുണ്ട്, ഇവർക്ക് എത്രമാത്രം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമാക്കുന്ന ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘത്തിൻ്റെതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നത് ആധികാരികമായി തെളിയിക്കപ്പെടുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന് വളരെ നിർണായകമായ ഒരു കണ്ടെത്തലും കാഴ്ചപ്പാടുമായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ നാളുകളിലായിട്ട് നടന്ന പല ഇടപാടുകളും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങളെല്ലാം തന്നെ നേരിടുന്നു. പലതിലും തന്നെ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് വലിയ രീതിയിലുള്ള ഉന്നതരടക്കമുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നതെല്ലാം തന്നെ ഇന്നത്തെ റിപ്പോർട്ടിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ തന്നെ ഹൈക്കോടതിക്ക് പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്താനുണ്ടായിരുന്നു. പല കാര്യങ്ങൾ ചിലപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുകയും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം ശകാരം കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ പോയിരുന്നു. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയില്ല, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നില്ല, എവിടെയാണ് നിങ്ങൾ മെല്ലെപ്പോക്ക് കാണിക്കുന്നത് എന്നതടക്കം ഹൈക്കോടതി പല ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. ഏതായാലും ഇന്നും ഈ റിപ്പോർട്ട് മുന്നിലേക്ക് എത്തുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടെത്തലുകൾ അതിനൊരു ശാസ്ത്രീയ അടിത്തറ കൂടിയാവുകയാണ്. അത്തരം കാര്യങ്ങളിൽ ഇനി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് ചോദ്യമാണ് ഉയരുന്നത്, ഹൈക്കോടതിക്ക് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നതെല്ലാം വളരെ പ്രസക്തമാണ്. ഈ റിപ്പോർട്ടിലെ ഓരോ വരികളും അക്ഷരാർത്ഥത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഈ ശബരിമല കൊള്ളയെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കുന്നതായിരിക്കും എന്ന ഒരു നിഗമനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഏതായാലും ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. വിജിലൻസ് മേധാവി തന്നെ നേരിട്ടെത്തിയായിരിക്കും ആ റിപ്പോർട്ട് നൽകുക എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഈ VSCയിലെ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡാനി നേരത്തെ പറഞ്ഞതുപോലെ ആരായിരിക്കും ഇതിന്റെ സൂത്രധാരൻ, ആരൊക്കെയായിരിക്കും ഇതിന് പിന്നിലുണ്ടാവുക എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇനി കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യലെത്താനുള്ള സാധ്യതയുണ്ട്. മറ്റു പരിശോധനകളിലേക്കൊക്കെ SIT കടക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായും അത്തരം സാധ്യതകൾ തന്നെയാണല്ലോ മുന്നിലേക്ക് വരുന്നത്. കാരണം ഈ പരിശോധനാ ഫലം ആധികാരികമായിട്ട് തന്നെ VCയുടെ ആധികാരികമായിട്ട് തന്നെ പരിശോധനാ ഫലം വരുന്നു. സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഈ വിജയ് മല്ലയ്യ നൽകിയ സ്വർണ്ണപ്പാളികളും ഇപ്പോൾ ഈ പോറ്റിക്കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിയ സ്വർണ്ണപ്പാളികളുമെല്ലാമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇതിൽ സ്വർണം നഷ്ടമായിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ, കൃത്യമായ അളവുകളിൽ തന്നെ സ്വർണം നഷ്ടമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു കവർച്ച നടന്നിരിക്കുകയും എല്ലാം തന്നെ ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ പ്രതികളിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളവർ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയവരുടെ എല്ലാം തന്നെ പ്രതിരോധങ്ങൾ കുറെ കൂടി ദുർബലമാകുന്നൊരവസ്ഥയാണുള്ളത്. കാരണം ഇതിൽ പരിശോധനാ ഫലം ശാസ്ത്രീയമായിട്ട് തന്നെ പുറത്തു വരുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യലടക്കം നീങ്ങേണ്ടതുണ്ട്. കാരണം ഇതുവരെ ആരെയെങ്കിലും ഒഴിവാക്കി ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറ്റി നിർത്തി സംരക്ഷിക്കാനോ ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇനി വിലപ്പോവില്ല എന്ന് തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഒരു ശാസ്ത്രീയ അടിത്തറ അന്വേഷണത്തിന് കൈവന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് വളരെ നിർണായകമാണ്, അന്വേഷണത്തിൽ നിർണായകമാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ നീളേണ്ടതുണ്ട്. കൂടുതൽ പേരിലേക്ക് ഈ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും എല്ലാം തന്നെ നീങ്ങാനുള്ളൊരു മുഴുവൻ സാധ്യതയും തന്നെ നിലവിലുണ്ട്. നമുക്കറിയാം ഈ കേസ് ഇതുവരെ എത്തുമ്പോൾ തന്നെ
വലിയ രീതിയിലൊരു ചർച്ചയാവുന്നു, വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രക്ഷുബ്ധമാകുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ പോകുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കെല്ലാം തന്നെ ഇത് മാറുന്നു. വലിയ ചൂടുള്ള ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ ഇത് മാറുകയും ചെയ്യും. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ ഇത് വന്നതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ ഈ കേസിൻ്റെ നാൾവഴികളിലെ സങ്കീർണതകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ ഇഴകേറി പരിശോധിക്കപ്പെട്ടതാണ് പലപ്പോഴും തന്നെയും. അത് ഇനിയും കുറേ കൂടി ചർച്ചകളിലേക്ക് വരുന്നു എന്ന സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്കുള്ളൊരു ചോദ്യം ചെയ്യലുകളുണ്ടാകാം. അത് ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീങ്ങുമോ? കാരണം ആ സമയത്ത് ഭരണ സാരഥ്യത്തിലുണ്ടായിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണ സംവിധാനങ്ങളിലുണ്ടായിരുന്നവരിലേക്കെല്ലാം തന്നെ നീങ്ങുമോ? അവരെ കൂടി ചോദ്യം ചെയ്യലിലേക്കടക്കം വരും ദിവസങ്ങളിൽ കടക്കുമോ എന്നതെല്ലാം തന്നെ ഇന്നത്തെ ഈ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. ശരി, ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കൊള്ളയിൽ തന്ത്രിക്ക് പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞെന്ന് കാട്ടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി പരിഗണിക്കും. കണ്ണൂർ തയ്യിലിൽ കാമുകനൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. 2020 ഫെബ്രുവരി 17 പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. തയ്യിലെ വീട്ടിൽ പിതാവ് പ്രണവിനൊപ്പം ഉറങ്ങുകയായിരുന്ന മകൻ വിയാനെ അമ്മയും 1-ാം പ്രതിയുമായ കെ ശരണ്യ എടുത്തുകൊണ്ടുപോയി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. കുട്ടിയുടെ അമ്മ ശരണ്യ, കാമുകൻ വാരം വലിയന്നൂരിലെ പുന്നക്കൻ ഹൌസിൽ പി നിധിൻ എന്നിവരാണ് പ്രതികൾ. 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും കോടതിയിൽ. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് രാഹുൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി രാഹുൽ ജയിലിലാണ്. ജനുവരി 10 രാത്രിയാണ് രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയവരെയും അതിന് നേതൃത്വം നൽകിയവരെയും ഉൾപ്പെടുത്തി KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവം മഹാപഞ്ചായത്ത് രാഹുൽ ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 15,000-ലേറെ പേരാണ് മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എപ്പോഴേക്കായിരിക്കും രാഹുൽ കൊച്ചിയിലെത്തുക? എന്തൊക്കെ പരിപാടികളിലായിരിക്കും പങ്കെടുക്കുക? കൂടുതൽ വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ ഒരുക്കിയെടുക്കുക, സംസ്ഥാനത്ത് സജ്ജമാക്കുക എന്ന രീതിയിലാണ് KPCC മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം നേടിയ ഒരു ആധികാരികമായ തിളക്കമാർന്ന വിജയം അവർക്ക് വളരെയധികം ആത്മവിശ്വാസം പകരുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, കൂടുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുതായൊരു വിജയമല്ല, വളരെ വലിയ രീതിയിലുള്ള തിളക്കമുള്ള ഒരു വിജയം നേടുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പലകുറി UDF നേതാക്കളടക്കം ഇതിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഒരു മുന്നോട്ട് പോക്കിൽ ഒരു ഗതിവേഗം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ കൊച്ചി എറണാകുളം മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ മഹാവിജയം എന്ന പേരിൽ മഹാപഞ്ചായത്ത് നടത്തുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തും. ഇന്ന് അദ്ദേഹത്തിന് 2 പരിപാടികൾ മാത്രമാണ് കൊച്ചിയിലുള്ളത്. ഒന്ന്, മലയാളത്തിൻ്റെ മഹത്തായ എഴുത്തുകാരി ലീലാവതി ടീച്ചർക്ക് അദ്ദേഹം പ്രിയദർശിനി പുരസ്കാരം സമ്മാനിക്കും. ഇന്ന് ടീച്ചറുടെ വസതിയിലെത്തിക്കൊണ്ട് കളമശ്ശേരിയിലെ വസതിയിലെത്തി നേരിട്ടാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും അദ്ദേഹം മറൈൻ ഡ്രൈവിലെ വേദിയിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 2:30 മണിയോടുകൂടി അദ്ദേഹം അവിടേക്ക് വേദിയിലേക്ക് എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം കൊച്ചിയിലുണ്ടാകും. 15,000-ലധികം പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കും. അതിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയവർ, അതോടൊപ്പം തന്നെ ഒപ്പം നിന്ന് പൊരുതിയവർ, ഇതിൽ അതിന് സഹായകരമായിട്ട് പ്രവർത്തിച്ച
ജബർ ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വലിയ ജനസഞ്ചയത്തെ തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് രാവിലെയോടുകൂടി തന്നെ എത്തിച്ചേരും. 11 മണിയോടുകൂടി അതിന് അവിടെ ഒരു വിവിധ സെഷനുകൾ എല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. AICC നിരീക്ഷക അടക്കം എല്ലാവരും തന്നെ ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിൽ കൂടുതൽ വിലയിരുത്തലുകളും ചർച്ചകളും എല്ലാം തന്നെ ഉണ്ടാകും. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇപ്പോൾ നേടിയ വിജയം ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് വരുന്നു. KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം നേതാക്കളും അടക്കം ഇന്ന് വേദിയിൽ സന്നിധരായിരിക്കും. ഇവരെല്ലാം തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു, ഇനി ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് പ്രവർത്തകർ നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ ഇവിടെയുണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമുദായിക നേതാക്കളുടേതടക്കമുള്ള ശക്തമായ ഒരു വിമർശനമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായത്. എങ്കിൽ കാര്യമായ രീതിയിലുള്ളൊരു ചെറുത്തുനിൽപ്പോ പ്രതികരണമോ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒന്നും തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അത് ആ രീതിയിലുള്ള പ്രതികരണം അടക്കം നമുക്ക് ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതാക്കളെല്ലാവരും തന്നെ സ്ഥലത്തുണ്ട്. ആ രീതിയിലൊരു കൂടിയാലോചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ഒരു പ്രതികരണത്തിനുള്ളൊരു വേദി കൂടി ഒരു പക്ഷേ എറണാകുളം മറൈൻ ഡ്രൈവ് ആയിക്കൂടുന്നില്ല. ശരി, ഇപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ. വർഗീയതയുമായുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്ന് VD സതീശൻ. വർഗീയതയോട് തോൽക്കേണ്ടി വന്നാലും പിന്തിരിഞ്ഞോടില്ലെന്നും സതീശൻ പറഞ്ഞു. സെക്യുലർ പൊസിഷനിങ് ആണ്, ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാറേ, തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാ ഇവിടെ. അന്ന് ഞാൻ പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുതച്ച് കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ഞാൻ പറയണ കേക്ക് നിങ്ങൾ, ഇത് കയ്യിലേക്ക് എന്താ എത്ര തീർത്തി. 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർത്തു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല, വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ചു കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും സമ്മേളനം തുടങ്ങുക. 29-ന് ഈ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് KN ബാലഗോപാൽ അവതരിപ്പിക്കും. 2 ഘട്ടങ്ങളിലായി 32 ദിവസമാണ് സഭാ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. ബലാത്സംഗ കേസിൽ പ്രതിയായ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ്. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികളും ഈ സമ്മേളനത്തിലുണ്ടാകും. ഇടതുമുന്നണി MLA ആയിരുന്ന ആന്റണി രാജു തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അയോഗ്യനായി. സ്വർണ്ണക്കൊള്ളയും സാമുദായിക സമവാക്യങ്ങളുമൊക്കെ സഭയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത. അടുത്ത മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുക്കണം. ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് മുൻപ് കൂടിയാലോചന നടത്തണം. മുന്നണികൾ നിലപാട് വ്യക്തമാക്കണം. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കണമെന്നും അതിരൂപത ആവശ്യപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. 4 വയസ്സുകാരൻ ഗുരുതര പരുക്കോടെ ചികിത്സയിലാണ്. സംഭവത്തിൽ മരുമകൻ കസ്റ്റഡിയിലാണ്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നു ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ? ഇങ്ങനെ ദമ്പതികളെ കൊല്ലാനുണ്ടായ ഒരു കാരണം അതെന്തായിരുന്നു? അനുശ്രീ, ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഒറ്റപ്പാലം തോട്ടക്കരയിലാണ് നടന്നത്. നാലകത്ത് നസീർ എന്ന 63 വയസ്സുകാരനും അതേപോലെ തന്നെ 60 വയസ്സുകാരിയായ സുഹ്രയുമാണ് ഇന്നലെ മരുമകന്റെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. വളർത്തുമകളായ സുൽഫത്തും ഈ പ്രതിയായ റാഫിയും തമ്മിൽ വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ
4 വയസ്സുകാരനായ കുട്ടിക്കും ഭീകരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി കുട്ടിയുടെ അവകാശവാദത്തെ ചൊല്ലി റാഫി വീട്ടിലെത്തി വീട്ടുകാരുമായി തർക്കമുണ്ടാകുകയും അതിനുശേഷമാണ് ഈ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ സുൽഫത്തും ഈ പരിക്ക് പറ്റിയ 4 വയസ്സുകാരെ കുട്ടിയുമായി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ച റാഫിയെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും പിന്നീട് ഒറ്റപ്പാലം പോലീസ് പിടികൂടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മരിച്ചവരുടെ മൃതദേഹം ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അനുശ്രീ, ഈ 4 വയസ്സുകാരനെ അടക്കം ഇത്ര ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാവണമെങ്കിൽ അത്രയധികം ആക്രമണം ആ കുട്ടി നേരിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ മരുമകന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? മരുമകന്റെ പശ്ചാത്തലത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്നാലും ഈ സുൽഫത്തും ഈ മരുമകനും സുൽഫത്തും അതായത് ഈ ആക്രമിക്കപ്പെട്ട ആളും തമ്മിൽ വിവാഹം മോചനത്തിന് കേസ് കോടതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഈ കുട്ടിയുടെ അവകാശവാദത്തെ ചൊല്ലിയാണ്, കുട്ടി തനിക്ക് വേണം എന്നുള്ള അവകാശവാദത്തെ ചൊല്ലിയാണ് ഈ മരുമകൻ ആക്രമിച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ശരി, പ്രജിത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ബസ് യാത്രയ്ക്കിടെ യുവാവ് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ പലരും ഷെയർ ചെയ്തിട്ടുണ്ടാകും. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് യഥാർത്ഥത്തിൽ തെറ്റുകാരനായിരുന്നു. വീഡിയോ ചെയ്ത യുവതി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിയ നാടകമായിരുന്നു അത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ അയാൾ അപമാനിതനായിട്ടുണ്ടാകും. അതിന്റെ മനോവിഷമത്തിൽ ദീപക് ജീവനൊടുക്കിയെന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തുവന്നത്. യുവതിയുടെ വ്യക്തിഹത്യയെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടെ പയ്യന്നൂർ ഭാഗത്ത് ദീപക് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. ദുരുദ്ദേശത്തോടെ യുവാവ് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാരോപിച്ച് യുവതി വടകര പോലീസിൽ പരാതി നൽകി. ബസ്സിൽ നിന്ന് യുവതി ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷത്തിലധികം ആളുകൾ വീഡിയോ കാണുകയും നിരവധി പേർ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഞായറാഴ്ച പുലർച്ചെ ദീപകിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് യുവതി നടത്തിയതെന്നും കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്നാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും യുവാവിന്റെ കുടുംബം ആരോപിച്ചു. ഓനെ നല്ല നീറ്റുള്ളൊരു കുട്ടിയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. മരിച്ചതിൻ്റെ ശേഷമാണ് അറിയുന്നത്. അപ്പം ഇന്നിപ്പം വീഡിയോയിൽ ഇതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. നിയമ നടപടി ഇവിടുന്ന് ഇവര് പോയിട്ട് ആരുടെ SI-നായിട്ടൊക്കെ സംസാരിച്ചിരുന്നാണ്. CI-നായിട്ട്. CI അതിന് വേണ്ടിയിട്ട് പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഇവരെ മലയാളിനെ ഇന്നലെ വിളിച്ചിരുന്നു പറഞ്ഞാൽ മലയാളി പറഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, നമുക്ക് ലീഗലായിട്ട് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. സ്നേഹിതന്മാരൊക്കെ എല്ലാവരും അവനെ സപ്പോർട്ടാണ്. പക്ഷെ ഇത് ചെയ്യുന്നുള്ളത് ആരും അറിയില്ല. വീഡിയോയിലൂടെ യുവതി വ്യക്തിഹത്യ നടത്തിയെന്നും കണ്ടന്റ് ക്രിയേഷൻ ലക്ഷ്യമിട്ട് തെറ്റിദ്ധാരണാജനകമായ വീഡിയോ ചിത്രീകരണമാണ് യുവതി നടത്തിയതെന്നും ആരോപണമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് റീച്ച് കൂടുന്നതിന് വേണ്ടിയിട്ട് ചില പെൺകുട്ടികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾക്ക് പോലും അപമാനമാണ്. ഇന്നിപ്പോൾ ഒരു പയ്യൻ തൂങ്ങി മരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ആൺകുട്ടിക്ക് ഒരു ആത്മാഭിമാനം, പെൺകുട്ടിക്ക് വേറൊരു ആത്മാഭിമാനം ഒന്നുമില്ല. എല്ലാവർക്കും ഉള്ളത് ആത്മാഭിമാനമാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ അതിനകത്ത് ഒരു വീഡിയോയിൽ ഈ പയ്യൻ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. രണ്ടാമതൊരു വീഡിയോ. അപ്പോൾ ഇത് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്നെ തൊട്ടടുത്തേക്ക് പോവുകയാണ്. ഒരു കൈ ടച്ച് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയുടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ ആഘാതത്തിൽ, ആ മനോവിഷമത്തിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചിട്ടുള്ളത്. ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. ഗാസ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 സമാധാന പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഭാഗമായാണിത്. ഇസ്രയേലുമായും പലസ്തീനുമായും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചത്. പാകിസ്ഥാനെയും ട്രംപ് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇസ്രയേൽ തള്ളിക്കളഞ്ഞതോടെയാണ് ഇന്ത്യയെ രംഗത്തിറക്കാനുള്ള നീക്കം. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജു ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. മറ്റേതൊക്കെ രാജ്യങ്ങൾക്കായിരിക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ?
നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങളെ ഈ ബോർഡ് ഓഫ് പീസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഖത്തർ, UAE അടക്കം നിരവധി ഗൾഫ് രാജ്യങ്ങൾക്കും ഈ സമിതിയിലേക്ക് ക്ഷണമുണ്ട്. എന്നാൽ ഈ സമിതിയിലുള്ള ക്ഷണം ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് നിലവിൽ വന്നിട്ടുള്ളത് ഹംഗറി, അതുപോലെ തന്നെ UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. പല രാജ്യങ്ങളും ഈ സമിതിയിലേക്കുള്ള ക്ഷണം നിലവിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ട്രംപ് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ഈ സമാധാന സമിതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള. അപ്പോൾ ഈ സമാധാന സമിതി ഒരു 3 തലങ്ങളിലുള്ള ഒരു ബോർഡാണ് ട്രംപ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബോർഡ് ഓഫ് പീസ് ബോർഡിലേക്കാണ് ഇന്ത്യക്ക് ക്ഷണമുള്ളത്. ഇതിൽ ഈ ഒരു ബോർഡിൻ്റെ അധ്യക്ഷൻ ട്രംപ് തന്നെയാണ് സ്വയം അധ്യക്ഷനായി അവരോധിച്ചിട്ടുള്ളത് ഈ സ്ഥാനത്തിലേക്ക്. മറ്റ് ഒരു രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് UK അടക്കം പല രാജ്യങ്ങളെയും ഈ സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു കൺഫേം ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് US-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ, ട്രംപിൻ്റെ സ്പെഷ്യൽ ഒരു നെഗോഷിയേറ്റർ ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ ട്രംപിൻ്റെ മരുമകൻ ജെറഡ് കുഷ്നർ, അതുപോലെ UK-യുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ടോണി ബ്ലെയർ അടക്കം നിരവധി കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു ഈ സ്ഥിരം അംഗങ്ങളായി ഈ ഒരു ബോർഡിലുള്ള ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള മെമ്പേഴ്സ്. ഇന്ത്യയും പാകിസ്ഥാനും അടക്കം ഈ ബോർഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാകിസ്ഥാൻ്റെ ക്ഷണം ഇപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. കാരണം പാകിസ്ഥാൻ, ഖത്തർ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ ഇസ്ലാമിക് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്ക് പാലസ്തീനോട് ഒരു പാർഷ്യാലിറ്റി ഉണ്ടാകും. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള നിലപാടുകൾ ഈ പീസ് ബോർഡിൽ നിന്ന് എടുക്കും എന്നുള്ളൊരു ആശങ്ക ഇസ്രായേൽ പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള ഇന്ത്യയുടെ അധ്യക്ഷൻ തന്നെ ഈ ഒരു പാകിസ്ഥാൻ്റെ ഇടപെടൽ ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് രംഗത്തെത്തുക വരെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സിലേക്ക് ക്ഷണിക്കുന്ന ഒരു നിലപാട് അത് ഇസ്രായേൽ തള്ളിക്കളയാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഈ ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഇന്ത്യ ചരിത്രപരമായി വർഷങ്ങളായി തന്നെ ഇസ്രായേലും അതുപോലെ പാലസ്തീനും 2 രാജ്യങ്ങളുമായി ഒരേപോലെ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ്. പലപ്പോഴും 2 രാജ്യങ്ങൾക്കും പല ഘട്ടത്തിലും അനുയോജ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഗാസ ഒരു സംഘർഷം തുടങ്ങിയതിന് ശേഷം വളരെ ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അതേസമയം ഗാസയിലുള്ള ഒരു അന്തരീക്ഷം അതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പല അവസരങ്ങളിലും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഇസ്രായേലിനും പാലസ്തീനും ഒരേപോലെ ഇന്ത്യയുടെ ഒരു കടന്നുവരവ് സ്വീകാര്യമാവുക. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണെങ്കിലും, അതുപോലെ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണെങ്കിലും, അത് പലസ്തീനും അതുപോലെ ഈ ഇസ്രായേലും ഒരേപോലെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പലസ്തീനാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ കടന്നുവരവ്, UK, അതുപോലെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ കടന്നുവരവ്, അതിലേക്ക് ഈ പലസ്തീൻ കുറച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇസ്രായേലിന് ഫേവറബിൾ ആയിട്ടൊരു നിലപാടെടുത്തേക്കും എന്ന് പലസ്തീൻ പറയുന്നു. എന്നാൽ ഈ അറേബ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ പാകിസ്ഥാൻ പോലെ ഇസ്ലാമിക് രാജ്യങ്ങളുടെയും കടന്നുവരവ് അത് ഇസ്രായേലും ഒരേപോലെ ആശങ്ക പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ വരുമ്പോൾ അത് 2 രാജ്യങ്ങൾക്കും ഒരേപോലെ സ്വീകാര്യമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം നടക്കുക ഇന്ത്യ പൂർണ്ണമായി ഈ ആവശ്യത്തെ അംഗീകരിച്ചാൽ മാത്രമാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ പൂർണ്ണമായി ഈ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ അംഗങ്ങളുടെയും കൂട്ടത്തിൽ നിലവിൽ ഇന്ത്യയിലെ ഈ ഒരു ബോർഡ് ഓഫ് പീസ് കീപ്പിംഗ് ഫോഴ്സിലെ ഒരു ഇന്ത്യൻ സാന്നിധ്യം എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അജയ് ബാങ്ക മാത്രമാണ്. മറ്റാരും ഒരു ഇന്ത്യൻ സാന്നിധ്യം ഈ ഒരു മേഖലയിലില്ല. ട്രംപിന് ഔദ്യോഗികമായി ക്ഷണമുണ്ട്. ട്രംപ് ഔദ്യോഗികമായി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. മോദി ഈ ആവശ്യം അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനി ഇന്ത്യ കടന്നു വരികയാണെങ്കിൽ ഇനി ഈ മേഖലയിലുള്ള ഒരു സമാധാനം അതുപോലെ തന്നെ അതിൻ്റെ ചർച്ചകൾ അതെല്ലാം ഏത് തരത്തിൽ പോവുകയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇടയ്ക്ക് ഗാസയിലേക്കുള്ള ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ അവരുടെ സേനയെ അയച്ചു നൽകിയിരുന്നു. പാകിസ്ഥാൻ അതുപോലെ തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ സേനയെ ഈ ഭാഗത്തേക്ക് വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് നേരത്തെ പാകിസ്ഥാന് കത്ത് നൽകിയിരുന്നു. പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവരുടെ സേനയെ
വിട്ടു നൽകിയതാണ്. അവരുടെ സേന ഇപ്പോഴും അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായി ഗാസയിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബോർഡ് ഓഫ് പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ 3 തലങ്ങളായിട്ടുള്ള ഒരു പീസ് കീപ്പിംഗ് ഒരു അനുനയം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 21 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കുണ്ട്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോയ ട്രെയിൻ പാളം തെറ്റിയതോടെയായിരുന്നു അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നെന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അറിയിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 21ഓളം പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ ആഘാതം എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം 6:40ഓടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ട്രെയിനിൻ്റെ പാളം തെറ്റി മറ്റൊരു പാളത്തിലുള്ള ട്രെയിനിലേക്ക് ഈ ട്രെയിൻ ചെന്ന് നേരിട്ട് ഇടിക്കുകയായിരുന്നു. ഈ മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോയ ട്രെയിനാണ് ഇത്തരത്തിൽ പാളം തെറ്റിയത്. ഇത് മറ്റൊരു ട്രാക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ട്രെയിനിലേക്ക് നേരിട്ട് ചെന്നിടിക്കുകയായിരുന്നു. അങ്ങനെ ആ ട്രെയിനും പാളം തെറ്റിയതോടെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് കൂടുതൽ വർദ്ധിച്ചത്. കൂടുതൽ ഒരു ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടായത് ഇത്തരത്തിൽ മറ്റു ട്രെയിൻ കൂടി പാളം തെറ്റിയതോടെയാണ്. ആദ്യത്തെ ട്രെയിനിൽ 300-ലധികം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രെയിനിൽ 100ഓളം യാത്രക്കാരും ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ 21 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ട്രെയിൻ കൂട്ടിയിടിച്ച് ഈ 2 ട്രെയിനുകളും കൂടിയുള്ള രണ്ട് ട്രെയിനുകളും മറിഞ്ഞു ഒരേ സമയം ഒരേ ദിശയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത് കുറച്ച് ദുഷ്കരം തന്നെയാണ്. ആളുകൾ പല ഭാഗത്തായി പല ബോഗികളിലായിട്ട് കുടുങ്ങിക്കിടപ്പുണ്ട്. ട്രെയിനിൻ്റെ അടിഭാഗത്ത് ഉൾപ്പെടെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച് ദുഷ്കരമായി തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ 6:40ഓടെയാണ് അപകടമുണ്ടായത്. പിന്നീട് രാത്രി സമയമാണ്. അപ്പോൾ രാത്രി സമയത്ത് ഈ പല പാസഞ്ചേഴ്സിനെയും കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള ശ്രമം ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സേനയെ ഉൾപ്പെടെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈന്യത്തെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത്. എന്തായാലും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് എന്ന് തന്നെയാണ് സ്പെയിനിൻ്റെ അധികൃതർ ഉൾപ്പെടെ ഈ അപകടത്തെ പറ്റി പറയുന്നത്. സാധാരണ ഗതിയിൽ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ അതടക്കമുള്ള മുന്നൊരുക്കങ്ങളും എല്ലാം റെയിൽവേ സംവിധാനത്തിൽ സദേൺ സ്പെയിനിലെ റെയിൽവേ സംവിധാനത്തിൽ ഉള്ളതാണ്. എന്നാൽ നിലവിൽ ഈ സംഭവിച്ചത് അത് വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. സ്പാനിഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള പെഡ്രോ സാഞ്ചസ് അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സ്പെയിനിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു അപകടത്തിലൊന്ന് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. UAE പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം നഹ്യാന്റെ 3ാമത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണ്. BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരും പത്രിക നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ നിതിൻ നബീൻ പാർട്ടി അധ്യക്ഷനാകുമെന്ന് ഉറപ്പാണ്. നാളെയാകും ഔദ്യോഗിക പ്രഖ്യാപനം. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? BJP അധ്യക്ഷ സ്ഥാനത്ത് നിതിൻ നബീൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരും പത്രിക നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ നിതിൻ നബീൻ തന്നെ പാർട്ടി അധ്യക്ഷനാകാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നാളെ ആയിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, തലമുറ മാറ്റം സംഭവിക്കുകയാണ് BJPയിൽ. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നു നിതിൻ നബീൻ. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. നിലവിൽ നിതീഷ് കുമാറിൻ്റെ സർക്കാരിൽ അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. 5 തവണ MLA ആയിരുന്നു. 46 വയസ്സാണ് പ്രായം. തീർച്ചയായും അതൊരു BJPയിലെ തലമുറ മാറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം അമിത്ഷായ്ക്ക് പകരക്കാരനായി പിൻഗാമിയായാണ് JP നഡ്ഡ BJPയുടെ അധ്യക്ഷ പദവിയിൽ 2020 എത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി 2023 അവസാനിപ്പിച്ചു. പിന്നീട് കാലാവധി നീട്ടി നൽകി. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സമയമായിരുന്നു അത്. അതിനുശേഷം നഡ്ഡ മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയാവുകയും ചെയ്തു. തുടർന്ന്
പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് നീണ്ടുപോവുകയായിരുന്നു. ഏതായാലും അതിനിപ്പോൾ ഇന്ന് ഉത്തരമാവുകയാണ്. ഔദ്യോഗികമായ നടപടികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കാരണം നിതിൻ നബീൻ തന്നെ അധ്യക്ഷനാകുമെന്ന് ഉറപ്പാണ്. കാരണം മറ്റാരും പത്രിക നൽകാൻ സാധ്യത നിലവിലില്ല. അതുകൊണ്ട് തന്നെ നിതിൻ നബീൻ ഇന്ന് പത്രിക നൽകും. വൈകിട്ട് 2 മണി മുതൽ 4 മണി വരെയാണ് പത്രികാ സമർപ്പണം. പത്രിക പിൻവലിക്കാനുള്ള സമയവും ഇന്ന് തന്നെയാണ്. അപ്പോൾ ആ നടപടിക്രമം ഇന്ന് പൂർത്തിയാകും. നാളെ ഔദ്യോഗികമായി പ്രഖ്യാപനം വരും. ഏതായാലും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും, പിന്താങ്ങുകയും ചെയ്യും. അങ്ങനെ 46-കാരനായ നിതിൻ നബീൻ BJPയുടെ അധ്യക്ഷനാവുകയാണ്. BJPയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായ അദ്ദേഹം ആ പദവിയിലേക്ക് എത്തുകയാണ്. നേരത്തെ നിതിൻ ഗഡ്കരി 52 വയസ്സിലാണ് അദ്ദേഹം BJPയുടെ അധ്യക്ഷനാകുന്നെങ്കിൽ 46-കാരനായ ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ഇപ്പോഴേതായാലും ആ പദവിയിലേക്ക് എത്തുകയാണ്. തീർച്ചയായും യുവാക്കളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്ന ലക്ഷ്യമൊക്കെ തന്നെ BJPക്ക് ഇതിലുണ്ട്. BJPയുടെ മുഖ്യമന്ത്രിമാരുടെ ശരാശരി പ്രായം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50 മുതൽ 55 വരെയാണ് പ്രായം. അപ്പോൾ അധ്യക്ഷൻ കൂടി അത്തരത്തിൽ ചെറുപ്പക്കാരനെ കൂടി BJP ആ പദവിയിലേക്ക് എത്തിക്കുകയാണ്. ഏതായാലും വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിലടക്കം നടക്കാനിരിക്കുന്നു. അതിൽ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനം അസമാണ്. അവിടെ 10 വർഷമായി BJP ഭരിക്കുന്നു. അവിടെ ഭരണം നിലനിർത്തേണ്ടതുണ്ട്. കൂടാതെ ബംഗാളും തമിഴ്നാട്ടിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP പങ്കുവെക്കുന്നതാണ്, അവകാശപ്പെടുന്നതാണ്. അവിടെ ഈ പറയുന്നത് പോലെ മുന്നേറ്റം നടത്തണം. അതിന് നിതിൻ നബീന് അത്തരം വെല്ലുവിളികളുണ്ട്. കേരളം വലിയ മുന്നേറ്റം നടത്തുമെന്ന് BJP അവകാശപ്പെടുന്നതാണ്. അങ്ങനെ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയെ സജ്ജമാക്കുക എന്ന് തന്നെയാണ് നിതിൻ നബീന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വിജയ് ഇന്ന് വീണ്ടും CBIക്ക് മുന്നിലെത്തും. താരം നിലവിൽ ഡൽഹിയിലുണ്ട്. പൊങ്കൽ ആഘോഷങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ വിജയ് ഡൽഹിയിലേക്ക് തിരിച്ചത്. ജനുവരി 12-ന് വിജയെ CBI ആസ്ഥാനത്ത് വെച്ച് 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. കേരള കുംഭമേളയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് കൊടിയുയർത്തും. ധർമ്മധ്വജാരോഹണം എന്ന പരമ്പരാഗത ചടങ്ങോടെയാണ് ഉദ്ഘാടനം. ഇതോടെ മഹാമാഘ മഹോത്സവത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കും. ചടങ്ങിൽ മഹാമാഘ സഭാ സഭാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, വർക്കിംഗ് ചെയർമാൻ K ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ K കേശവദാസ്, സാമൂതിരി കുടുംബാംഗമായ KC ദിലീപ് രാജ അരിക്കര എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. CB അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? സുരക്ഷാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രധാനമായും അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അനുശ്രീ, കുംഭമേളയ്ക്ക് ഇന്ന് ഔദ്യോഗികമായിട്ട് തുടക്കമാവുകയാണ്. രാവിലെ 11 മണിക്കാണ് ഗവർണർ ആർലേക്കർ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ധ്വജാരോഹണം കൊടി ഉയർത്തുന്നതോടെ ഈ ഒരു ചടങ്ങുകൾക്ക് തുടക്കമാവുന്നുണ്ട്. തുടർന്ന് ഇനി ഫെബ്രുവരി 3-ാം തീയതി വരെ വിവിധ യജ്ഞങ്ങളും യാഗങ്ങളും അതുപോലെ തന്നെ നിള ആരതി പോലെയുള്ള നമുക്ക് ഇവിടെ പരിചിതമല്ലാത്ത എന്നാൽ ഈ ഗംഗയിൽ വിഖ്യാതമായിട്ടുള്ള ചെയ്യുന്ന ആരതി അടക്കമുള്ള ചടങ്ങുകളും ഉണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് പോകും. വിഭാഗങ്ങളെല്ലാം ചേർന്ന് എല്ലാം ഉള്ളതാണ് നാട്ടിൽ. അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. വർഗീയതയ്ക്കെതിരായും രാജ്യം അഭിമുഖീകരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിൽ ഇവിടെയെല്ലാം ഐക്യം എങ്ങനെയാണ് രൂപം കൊണ്ടു വരുന്നത് എന്ന കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവുള്ളൂ. പ്രാഥമികമായിട്ട് വിശകലനം ചെയ്താൽ എല്ലാ സാമുദായിക വിഭാഗങ്ങളും മതവിഭാഗങ്ങളും എല്ലാം ഐക്യപ്പെട്ട് സാഹോദര്യത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. സംഘർഷാത്മകമായ ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത് എന്ന് തന്നെയാണ് CPIM കാണുന്നത്. വ്യക്തിപരമല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഐക്യം ശരിയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ട് വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. പക്ഷേ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. അങ്ങനെ ആ പോരാട്ടത്തിൽ മരിച്ചു വീണാൽ വീരാളിപ്പട്ട പുതച്ച് കിടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത്
യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വിരാടി പെട്ടുപോകേണ്ടത്. അതിന് ഇതുവരെ ഉറച്ചു ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. JK വാലിൻ്റെ പ്രതികരണത്തിന് ഞാനിവിടെ പറയാൻ പോകുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ പാർട്ടി നിലപാട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിക്കൊണ്ടുപോവുക. കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. PD സതീശന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SNDP NSS ഐക്യം വ്യക്തിപരമായി കാണുന്നില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും അദ്ദേഹം കടക്കാൻ തയ്യാറായില്ല. ഇത്രയും മതി എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ. എങ്ങനെ വരുമെന്നറിയില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളായിരുന്നു MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് അറിയിച്ചതിപ്പോൾ. മറ്റ് കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു VD സതീശൻ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും, ഇനി തോൽക്കേണ്ടി വന്നാൽ വീരാളി പട്ടുപുതച്ച് കിടക്കുമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണമുണ്ടായിരുന്നത്. അതിൽ പ്രതികരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മണ്ഡല മകരവിളക്ക് കാലം പൂർത്തിയായതോടെ ഇന്ന് ശബരിമല നടയടയ്ക്കും. രാത്രി 10-ന് ഹരിവരാസനം പാടിയാണ് നടയടയ്ക്കുക. രാത്രി മാളികപ്പുറത്ത് കുരുതി നടക്കും. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തോളം ഭക്തരാണ് മല ചവിട്ടിയത്. പാലക്കാട് വാളയാറിൽ കുഴൽപ്പണവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1,18,00,000 രൂപ പോലീസ് പിടികൂടി. ഡാൻസ് ഓഫ് ടീമാണ് പണം പിടികൂടിയത്. തെലങ്കാന സ്വദേശി ചവാൻ രൂപേഷ് പോലീസ് പിടിയിലായി. ഇയാൾ യൂട്യൂബറാണ്. യൂട്യൂബിൽ നിന്നാണ് പണം ലഭിച്ചതെന്നാണ് ചവാൻ രൂപേഷ് പോലീസിനോട് പറഞ്ഞത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊപ്പത്തോടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കൊപ്പം ജംഗ്ഷനിൽ രാത്രി 10:30യോടെയായിരുന്നു സംഭവമുണ്ടായത്. കാറിന്റെ പിൻഭാഗത്തു നിന്നാണ് തീ ഉയർന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പാലക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ സഞ്ജിത്തിന്റെ സ്കോർപിയോ കാറാണ് കത്തി നശിച്ചത്. ആശുപത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോഴായിരുന്നു സംഭവമുണ്ടായത്. പാലക്കാട് ആനക്കരയിൽ കൃഷിക്കും ജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഗ്രാമപഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും മേൽനോട്ടത്തിലായിരുന്നു നടപടികൾ. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് 27ഓളം പന്നികളെ വെടിവെച്ചു കൊന്നത്. കാർഷിക ഗ്രാമമായ തൃത്താല ആനക്കരയിൽ കാട്ടുപന്നി ശല്യത്തിൽ വ്യാപകമായാണ് കൃഷിനാശം സംഭവിക്കുന്നത്. കൂടാതെ ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും കാട്ടുപന്നി ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട നടത്തിയത്. ഇതുവരെ 27 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. 2 ഘട്ടങ്ങളിലായാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ 6 പന്നികളെയും 2ാം ഘട്ടത്തിൽ 21 പന്നികളെയുമാണ് പിടികൂടിയത്. പ്രത്യേക പരിശീലനം ലഭിച്ച ഷൂട്ടർമാരുടെ സംഘമാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. കർഷകരും പ്രദേശവാസികളും പന്നികളെ കണ്ടെത്തുന്നതിനും ദൗത്യം വിജയകരമാക്കുന്നതിനും സജീവമായി സഹകരിച്ചു. പന്നിശല്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിളകൾ പന്നികൾ നശിപ്പിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ആനക്കരയിലെ കർഷകർ. ന്യൂസ് 18 പാലക്കാട്.
പട്ടാമ്പിയിലെ അഴുക്കുചാലുകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ദുരിതമാവുകയാണ്. ഇതുമൂലം പ്രദേശത്തെ കിണർവെള്ളം ഉപയോഗിക്കാനാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പോലീസ് സ്റ്റേഷനും കോടതിയും ഉൾപ്പെടുന്ന പ്രദേശത്തെ കിണറുകളിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ അടിയന്തര ഇടപെടൽ തേടുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ പലയിടങ്ങളിലും അടഞ്ഞു. ഇതിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുക്കിവിടുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അഴുക്കുചാലടഞ്ഞ് വെള്ളം കെട്ടിനിന്നതോടെയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലായത്. അസാധാരണമായ നിറമാറ്റവും മണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിണർ വെള്ളത്തിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടെത്തി. പ്രദേശത്തെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കിണറുകളിലെ വെള്ളവും ഇത്തരത്തിൽ മലിനമായിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ തേടുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് സ്വകാര്യ ഹോട്ടൽ ശുചിമുറി മാലിന്യം തള്ളി. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ് വുഡ് ഹോട്ടലാണ് മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം നിക്ഷേപിച്ചത്. ഹോട്ടലിന് പഞ്ചായത്ത് അധികൃതർ 50,000 രൂപ പിഴയും ചുമത്തി. തിങ്കളാഴ്ച രാത്രിയാണ് പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം മുതിരപ്പുഴയിലേക്ക് തള്ളിയത്. സഞ്ചാരികളുമായി എത്തിയ ഡ്രൈവർമാരിൽ ഒരാൾ ഇത് കണ്ട് ചോദ്യം ചെയ്തു. തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം പിടികൂടുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്നലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ഡ്രൈവർമാർ അത് പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധ സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളുടെ കാറിലേക്കല്ലല്ലോ ഈ വേസ്റ്റ് തള്ളുന്നത്, പുഴയിലേക്കല്ലേ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും ആ വേസ്റ്റ് തള്ളുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഞങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ ഈ പമ്പും സെറ്റും എല്ലാം കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് അധികൃതരെത്തി പരിശോധന നടത്തിയ ശേഷം ഹോട്ടലിന് 50,000 രൂപ പിഴ ചുമത്തി. ഹോട്ടൽ അടച്ചുപൂട്ടാനും നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. മൂന്നാറിലെ വെസ്റ്റ്വുഡ് ഹോട്ടല് പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി എന്നുള്ള പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുകയും സംഭവം വാസ്തവമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ അനുശാസിക്കുന്ന പ്രകാരം 50,000 രൂപ ഫൈനും സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട് സ്റ്റോപ്പ് മെമ്മോയും ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. മൂന്നാറിലെ ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. അതേസമയം മൂന്നാറിലെ പല ഹോട്ടലുകളും മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത് കണ്ടെത്താൻ പരിശോധന കർശനമാക്കണമെന്നും ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മാലിന്യശല്യത്താൽ പൊറുതിമുട്ടി ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷൻ. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധർ മദ്യക്കുപ്പികളും സിറിഞ്ചുകളും വലിച്ചെറിയുന്നതായി പരാതിയുണ്ട്. എക്സൈസ് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. അധികൃതരുടെ അനാസ്ഥയ്ക്ക് ദിനം പ്രതി ഇരയാവുകയാണ് ആറ്റിങ്ങൽ മിനി സിവിൽ സ്റ്റേഷൻ. നഗരത്തിന്റെ മധ്യഭാഗത്താണ് 20-ലധികം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലെ കാഴ്ച അത്യന്തം ദയനീയമാണ്. വർഷങ്ങളായി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ കോമ്പൗണ്ടിന്റെ പല ഭാഗത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ്. കാലഹരണപ്പെട്ട വാഹനാവശിഷ്ടങ്ങളും ഇവിടെ കാണാം. മാലിന്യങ്ങളിൽ മദ്യക്കുപ്പികളും സിറിഞ്ചുകളുമാണ് ഏറ്റവും കൂടുതൽ. കാലങ്ങളായി ഇവിടേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് തുടർന്നിട്ടും സംഭവത്തിൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു മദ്യപാന കേന്ദ്രമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മദ്യപാന കേന്ദ്രമാണ്. ഇവിടെ എല്ലാ ദിവസവും നിത്യേന മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും നടക്കുന്നു എന്ന് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാണ്. ഇത് ഏറ്റവും വലിയ അപകടം കൂടിയിട്ടാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും അറിയാതെ ഈ സർക്കാർ ഭൂമിക്കകത്ത്, ഈ വളപ്പിനകത്ത്, ഈ സിവിൽ സ്റ്റേഷൻ വളപ്പിനകത്ത് ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എക്സൈസും പോലീസും ഇതിനെ മാറ്റി നിർത്തേണ്ട ആൾക്കാർ, ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ആൾക്കാർ അവരുടെ മൂക്കിന് താഴെ അവരുടെ അനുമതിയോടുകൂടി നിർബാധം മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം നടക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകണം. സിവിൽ സ്റ്റേഷനുകളിലെ ഓഫീസുകളിലുള്ളവർ തന്നെയാണ് മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നതെന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. വർഷങ്ങളായി മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും ഇവ സംസ്കരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നതാണ് വിചിത്രം. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരായ 2ാം ഘട്ട സമരത്തിന് ഇന്ന് തുടക്കം. എ.കെ.എം. അഷ്റഫ് MLA യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമവും നടക്കും.
ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. ആദ്യഘട്ടത്തിൽ AKM അഷ്റഫ് അടക്കമുള്ള സമരക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുകയുണ്ടായി. ഈ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം? നിലവിലെ സാഹചര്യം എന്താണ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ടോൾ പിരിവിനെതിരെ രണ്ടാം ഘട്ട സമരമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതായത് കലക്ടറേറ്റിലേക്ക് ഉപരോധം. ജില്ലയിൽ നിന്നും, അതായത് കാസർഗോഡ് അതുപോലെ തന്നെ മഞ്ചേശ്വരം, ഈ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ച UDF-ന്റെ മുഴുവൻ ജനപ്രതിനിധികളും ഈ ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഏതായാലും അനുസരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരം വലിയ തോതിൽ ടോൾ ബൂത്തിനെതിരെ നടന്ന സമരം, അവിടെ പ്രദേശത്ത് വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ഈ ടോൾ ബൂത്തിന് നേരെ ആക്രമണം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 500ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ ഒരു സത്യാഗ്രഹ സമരം നടന്നിരുന്നു. അത് പോലീസ് ഇടപെട്ട് പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ സമരം ശ്രദ്ധേയമാകുന്നത്. ഏതായാലും കനത്ത പോലീസ് വലയത്തിലാണ് ഈ ഒരു സമരം നടക്കുന്നത് എന്നതും പ്രാധാന്യമുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അതീവ ജാഗ്രതയിൽ തന്നെയാണ്. എന്നാൽ വലിയ തോതിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BJP ഒഴികെയുള്ള CPM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ കലക്ടറേറ്റ് മാർച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. AKM അഷ്റഫ് MLA-യുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടക്കുന്നത്. ഇതോടൊപ്പം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാനും ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അഷ്റഫ് MLA ആയിരിക്കും നിയമസഭയിൽ ഈ ഒരു വിഷയം ഉന്നയിക്കുക. ഏതായാലും താൽക്കാലിക ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ഭാഗമായാണ് രണ്ടാം ഘട്ട സമരം ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ ഒരു ഉപരോധ സമരം നടത്തിയതിനു ശേഷം ഇനി തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണെന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. എന്തായാലും ബുധനാഴ്ച ഇത് സംബന്ധിച്ച് ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി കോടതിയിൽ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി തന്നെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ സർവീസ് റോഡില്ലാതെ ടോൾ പിരിക്കുന്നതെന്ന് ഉൾപ്പെടെ കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. ഏതായാലും ബുധനാഴ്ച ഇതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തീരുമാനം വരും എന്നനുസരിച്ചായിരിക്കും പ്രക്ഷോഭം കൂടുതൽ സ്ഥലത്തിലേക്ക് വ്യാപിക്കുക. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP സമരത്തിനില്ല. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ട്. ഏതായാലും കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടെ കാണാനുള്ള ഒരു നീക്കത്തിലേക്ക് BJP പോകുന്നുണ്ട്. ടോൾ പിരിവ് ഒഴിവാക്കാനുള്ള ഇതിലുള്ള ഇടപെടൽ അത് നടത്താൻ BJP-യും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസ്താവനയുമായി BJP മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഈ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നത്തെ സമരം അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പോലീസും അതീവ ജാഗ്രതയിലാണ്. അനുസരി. ശരി, KV ബൈജു ആണ് വിവരം. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ന്യൂസ് 18 പ്രതിനിധിയും മലപ്പുറം വളാഞ്ചേരി സ്വദേശിയുമായ ജിഷാദിന്റെയും ഷഹനയുടെയും മകൾ ദുവാ ഇശലിന്റെ 7ാം പിറന്നാളാണെന്ന്. പിറന്നാൾ ആഘോഷിക്കുന്ന ദുവാ ഇശലിന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളെ. കൊല്ലം അഞ്ചാലമൂട് സ്വദേശി കിരൺ രാജിന്റെയും സ്വാതിയുടെയും മകൾ ധ്വനി എസ് കിരണിന്റെ 6ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. മോൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കൊച്ചച്ഛൻ അരുൺ രാജാണ്. ധ്വനിമോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പത്രം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.